കാണുന്നത് ഒരു ലോറി ധാബയാണ്. അതായത് ലോറിക്കാർ പാർക്കിംഗ് ചെയ്യുന്ന ഒരു ധാബ, അതായത് ഫുഡ് കിട്ടുന്ന ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു കട, അതിൻ്റെ മുൻവശത്തായിട്ട് ഒരുപാട് ലോറികൾ പാർക്കിംഗ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ്. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ആന്ധ്രാപ്രദേശിലും അന്യ സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കും. ഇതുപോലുള്ള ബെഞ്ചുകളാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള പടികളാണ് കൂടുതലും അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പടിയിൽ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇരുന്ന് സെൻറ്ററിലൊരു പലക വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ളത് വേറൊരു രസകരമായ അവസ്ഥയാണ്. ഇവിടെ രണ്ട് പയ്യന്മാർ, കൊച്ചുമിടുക്കന്മാരായിട്ടുള്ള രണ്ടാളുകളാണ് ഇതിങ്ങനെ സപ്ലൈ ചെയ്യുന്നത്. ഒരു മുതലാളിയും പിന്നീട് ഒരു ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരാളും ഇവിടെ ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ബീഫ് നമുക്ക് അൺലിമിറ്റഡ് ആയി കിട്ടും, അതുപോലെ റൊട്ടിയും അൺലിമിറ്റഡ് ആയി കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ധാബയുടെ പ്രത്യേകത. 150 രൂപയാണ് എക്സ്പെൻസ് വരിക എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. ഒരുപാട് ലോറികൾ ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള ധാബകൾ, ഈ ബീഫ് കിട്ടുന്ന ധാബകളെ വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് റോഡ് സൈഡിലായിട്ട് ചന്ദ്രക്കല പോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തെളിയിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. ടൗണിൽ നിന്നും മാറിയിട്ടാണ് ഇതുപോലത്തെ ധാബകൾ മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കാറ്.